സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ കേസ് ഡിസംബർ 8-ന് കോടതി പരിഗണിക്കും. റിയാദ് റഹീം സഹായ സമിതിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഡിസംബർ 8-ന് മുൻപ് കേസ് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് റഹീമിന്റെ അഭിഭാഷകർ കോടതിയെ സമീപിക്കും. അഫ്താബ് റഹ്മാൻ വിശദാംശങ്ങൾ നൽകും. അഫ്താബ്, ഇന്ന് ഒരു അനുകൂല വിധിക്കായി പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് നമ്മൾ. ഇന്നെന്താണ് കോടതിക്കകത്ത് സംഭവിച്ചത്? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ റഹീം നിയമസഹായ സമിതിയും ഒപ്പം തന്നെ റഹീമിന്റെ കുടുംബവും മലയാളി സമൂഹവും എല്ലാം കാത്തിരുന്നത് ഇന്ന് കേസുമായി ബന്ധപ്പെട്ട ഒരു വിധി അല്ലെങ്കിൽ ഒരു അനുകൂലമായിട്ടുള്ള ഒരു നീക്കം ഇന്നുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. ഇന്ന് രാവിലെ 8 കൂടിയാണ് കോടതി കേസ് പരിഗണിച്ചത്. അത് പരിഗണിച്ച സമയത്ത് റഹീമിന്റെ കേസ് വീണ്ടും കോടതി വിശദമായി പരിശോധിച്ചു. അതിൽ പ്രധാനമായിട്ടും പരിശോധിച്ചത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ്. അതിനുശേഷമാണ് കോടതി വീണ്ടും അടുത്ത 2 ആഴ്ച കഴിഞ്ഞുള്ള ഒരു തീയതി ഇതിന്റെ സിറ്റിംഗിന് വേണ്ടി അനുവദിച്ചത്. ഇന്ന് ഏതാണ്ട് 8 മിനിറ്റോളം മാത്രമാണ് കോടതി നടപടികൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഡിസംബർ 8 എന്ന തീയതിയിലേക്ക് കേസ് മാറ്റിവെക്കുകയായിരുന്നു. റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അദ്ദേഹത്തിന്റെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഇത് റദ്ദാക്കിയ സാഹചര്യത്തിൽ ഇനിയുള്ളത് റഹീമിന്റെ മോചന ഉത്തരവ് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. ഇതിന് മുന്നോടിയായി വിവിധ പ്രക്രിയകൾ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസാണ്. അദ്ദേഹത്തിന്റെ കുടുംബം മാപ്പ് നൽകിയാൽ പോലും ഭരണകൂടം അതിന് മാപ്പ് നൽകണം എന്നില്ല എന്നുള്ളതാണ് സൗദിയിലെ രീതി. അത്തരം കേസുകൾ മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷെ റഹീമിന്റെ കേസിൽ നിലവിൽ തന്നെ കോടതി വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട്. ആ നിലക്ക് ഈ കോടതിയുമായി ബന്ധപ്പെട്ട നടപടികൾ ആശ്വാസകരമായ ഒരു സ്ഥിതിയിലാണ് നിലവിലുള്ളത്. പക്ഷേ ഇനി മോചന ഉത്തരവ് വരണം. ഈ മോചന ഉത്തരവ് ഇറങ്ങിയ ശേഷം അത് ജയിലിലേക്ക് എത്തിയാൽ മാത്രമേ റഹീമിന് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ സിറ്റിംഗ് ആണ് നിലവിൽ നടക്കേണ്ടത്. അതൊരു പക്ഷേ 1-2 സിറ്റിംഗുകൾ ഉണ്ടായേക്കാം. പക്ഷേ ഇതിലൊരു കൃത്യത നിലവിൽ ഇല്ല. ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടിക്രമം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കേസ് കോടതി വിശദമായിട്ട് പരിശോധിച്ച ശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ഉത്തരവിലേക്ക് വേണ്ട സിറ്റിംഗ് പൂർത്തിയാക്കാൻ വേണ്ടി വീണ്ടും 2 ആഴ്ച അപ്പുറത്തേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ ഡിസംബർ 8 എന്നുള്ള തീയതിയാണ് നിലവിൽ കോടതി അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ അതിന് മുന്നോടിയായി തന്നെ കേസ് നേരത്തെ തന്നെ പരിഗണിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചിട്ടുള്ളത്. അഫ്താബ്, റഹീമിന്റെ കേസ് നമുക്കൊരൽപ്പം വൈകാരികമായിട്ടുകൂടി നമ്മൾ കണ്ടതാണ്. കാരണം ആ നിലക്ക് കേരളത്തിലുടനീളം ഒരു ധനസഹായ രൂപീകരണമൊക്കെ അതിനകത്ത് നടക്കുകയും നാട്ടിൽ ഒരു സഹായ സമിതി ഉണ്ടാക്കുകയും അവിടെ റിയാദിലും ഒരു സഹായ സമിതി എന്ന് വെച്ചാൽ ഈ കേസ് നടത്തിപ്പിന് വേണ്ടി ഒരു സമിതി അവിടെയൊക്കെ ഉണ്ടാക്കി. ആ നിലക്ക് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ പണം കൈമാറിയിട്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ കൂടുതൽ ആശങ്കയേറുന്നത് കുടുംബത്തിന് മാത്രമല്ല മലയാളി സമൂഹത്തിനാകെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോൾ ഈ ദിയാധനം നൽകി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതിയെ മോചിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന എല്ലാ കേസിലും ഉണ്ടാകുന്ന ഒരു കാലതാമസം തന്നെയാണോ ഇതോ റഹീമിന്റെ കേസിൽ പ്രത്യേകമായി കുറച്ച് സമയമെടുക്കുന്നു എന്നൊരു തോന്നലുണ്ടോ? സൈഫുദ്ദീൻ, ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ കേസ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളി സമൂഹത്തിനിടയിലും കേരള സമൂഹത്തിനിടയിലും എല്ലാം തന്നെ വലിയ തോതിൽ ചർച്ചയായതുകൊണ്ടാണ് ഈ കേസിന്റെ ഓരോ നീക്കങ്ങളും ഇത്ര സസൂക്ഷ്മമായി വാർത്തയാകുന്നത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം സാധാരണഗതിയിൽ സൗദിക്കകത്തുള്ള ഇത്തരം കേസുകളിൽ, അതായത് കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഈ തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ ജയിൽ മോചനം നൽകാറുള്ളൂ. ഇത്തരത്തിലുള്ള സമാനമായ നിരവധി ഉദാഹരണങ്ങൾ നേരത്തെ പല മലയാളികളെയും ഇത് സമാന രീതിയിൽ തന്നെ വിട്ടയച്ച സാഹചര്യങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ സമാന രീതിയിൽ തന്നെ ഓരോ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് അവരെ മോചിപ്പിക്കാറുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് റഹീമിന്റെ കേസിൽ റഹീമിന്റെ കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പങ്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം മാപ്പ് നൽകിയാൽ പോലും ഭരണകൂടത്തിന് അതിന് മാപ്പ് നൽകിക്കൊള്ളണം എന്നില്ല. ഈ തരത്തിലുള്ളൊരു കേസ് കഴിഞ്ഞ മാസം സൗദിയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്ന ആശങ്ക ഇനി കുടുംബം മാപ്പ് നൽകിയാൽ പോലും ഭരണകൂടം അത് റദ്ദാക്കുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ ആ നിലക്ക് നിലവിലുള്ള ആശ്വാസം എന്ന് പറയുന്നത് കോടതി നിലവിൽ തന്നെ അദ്ദേഹത്തിന്റെ വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്കിൽ കൂടിയും സൗദി അറേബ്യയിലെ ഓരോ വകുപ്പുകളുടെയും വിവിധ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ മന്ത്രാലയങ്ങളുടെയും അനുമതിയും ക്ലീൻ ചിറ്റും
അദ്ദേഹത്തിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായി വന്നിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്തത്. ഇനി നടക്കാനുള്ളത് സ്വാഭാവിക നടപടിക്രമങ്ങളാണ്. അതായത് ഇതിന്റെ സിറ്റിംഗ് പൂർത്തിയാക്കണം, ഓരോ വകുപ്പുകളും അതിന്റെ ക്ലിയറൻസ് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പരിശോധിക്കണം. അതിനുശേഷമായിരിക്കും ഈ മോചന ഉത്തരവ് വരിക എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. അതിനുവേണ്ടിയാണ് ഈ കാത്തിരിപ്പ് ഇത്രയധികം നീളുന്നത്. സാധാരണ രീതിയിൽ തന്നെ എല്ലാ കേസുകളും വരുന്ന കാലതാമസം ഈ കേസിലുമുണ്ട്. പക്ഷേ ഈ കേസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളം അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടതായതുകൊണ്ട് ഇതിലെ ഓരോ നീക്കങ്ങളും ഓരോ മാറ്റിവെക്കലുകളും ആ നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെടുന്നു. മാത്രമല്ല ഡിസംബർ 8-ന് മുൻപ് കേസ് പരിഗണിക്കണമെന്നുള്ളൊരു ആവശ്യം റഹീമിന്റെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിക്കുന്നുണ്ടല്ലോ. അത് 8-ന് മുൻപത്തേക്ക് ഒരല്പം നേരത്തെ കിട്ടാൻ എത്ര കണ്ട് സാധ്യതയുണ്ട്? അതിന് സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തവണയും ഇതേപോലെ തന്നെ നേരത്തെ അനുവദിച്ച തീയതി അനുവദിച്ച് നൽകുകയും പിന്നീട് ഇവരുടെ അഭ്യർത്ഥന പ്രകാരം അത് നേരത്തെയാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലക്ക് അത് പരിഗണിക്കാനുള്ള സാധ്യതയും ഈ കേസിലുണ്ട്. ഏതായിരുന്നാലും അത് വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ റഹീം നിയമസഹായ സമിതി അറിയിക്കും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിശദാംശങ്ങൾ പഠിച്ചതിന് ശേഷമായിരിക്കും റഹീമിന്റെ അഭിഭാഷകനും കൂട്ടരും അക്കാര്യം വിശദീകരിക്കുക. നിലവിൽ റിയാദിലെ നിയമസഹായ സമിതി ഒരു പ്രാഥമികമായ വാർത്താക്കുറിപ്പാണ് നൽകിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ അവർ ഇന്ന് അഭിഭാഷകരുമായി കൂടിച്ചേർന്ന ശേഷം പിന്നീട് മാധ്യമങ്ങളെ അറിയിക്കുകയാവും ചെയ്യുക.